ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷനൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവർക്ക് അച്ചമ്മയുടെ വക പ്രത്യേകം പ്രൈസ് ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും ഒരിക്കലും സച്ചി ഇതിനകത്ത് ജയിക്കരുതെന്നാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അച്ചമ്മ പുതിയ ഐഡിയ പ്രകാരം തന്നെ സച്ചിയും അതുപോലെ ശ്രീകാന്തും പിന്നെ സുധിയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ചന്ദ്രമതി ടീമിലേക്ക് അച്ചമ്മയാക്കുന്നത്. അതുപോലെ 3 പെൺമരുമക്കളും രവീൻ്റെ ടീമിലും. അങ്ങനെ ആദ്യത്തെ കളിയിൽ നമ്മുടെ സച്ചി ജയിക്കുന്നതായിട്ടുള്ള രംഗം വരെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അടുത്ത കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ടയർ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ ഇത് നമ്മൾ പണ്ട് കളിച്ച ടയറിന്റെ ആ കളിയാണോന്ന് സച്ചി വെക്കുമ്പോൾ അതേടാ നീ ചെറുപ്പത്തിൽ കളിച്ചിട്ടില്ലേ അത് തന്നെ. അയ്യോ അച്ഛമ്മ ഞങ്ങളിതൊന്നും കളിച്ചിട്ടില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അവൻ എങ്ങനെ കളിക്കാനാ, നീ ഈ ഗ്രാമത്തിൽ വളർന്നതും അവർ പട്ടണത്തിലല്ലേ വളർന്നിരിക്കുന്നത്, അത് മാത്രമോ ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കുക, ഇതാണല്ലോ അവരുടെ പരിപാടി. അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് എന്തായാലും ആദ്യത്തെ കോമ്പറ്റീഷനിൽ ചന്ദ്രമതിയുടെ ടീമാണ് ജയിച്ചത്, എന്തായാലും ഈ കോമ്പറ്റീഷനിൽ നമ്മൾ വിൻ ചെയ്തിരിക്കണം, ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഉറപ്പായിട്ടും എങ്കിൽ നമ്മൾ ജയിച്ചിരിക്കുമെന്ന്. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ വടി കൊണ്ട് തട്ടി താഴെ വീഴാതെ ആരാണോ ഫസ്റ്റ് എത്തുന്നത് അവർക്കാണ് പ്രൈസ് കേട്ടോ. അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്യാണ്, ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഔട്ടാവുന്നത് നമ്മുടെ സുധിയാണ് കേട്ടോ. എന്താണ് ഇത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും അമ്മ ടയറാണെങ്കിൽ ടയറിന്റെ ഇഷ്ടത്തിന് പോവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറി നിൽക്കുകയാണ്. അടുത്ത് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ മെല്ലെ ആക്കുവാണ്. ശ്രുതിക്ക് അപ്പുറത്ത് നിന്നിട്ട് ഇതാക്കാൻ പറ്റുന്നില്ല, നീ ഒന്ന് മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വർഷ കാരണം ശ്രുതിയുടെ ടയറും താഴെ പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഔട്ടാവുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തും ഔട്ടാവാണ്. എന്താടാ നീയും ഔട്ടായോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്രമതി. ബാക്കിയുള്ളത് സച്ചിയും അതുപോലെ രേവതിയാണ്. രണ്ടുപേരും ഒരേ സമയത്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും വിന്നാവാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും ജയിച്ച കാണുമ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. അച്ചമ്മയ്ക്ക് അതുപോലെ രവിക്കും രണ്ടുപേരും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. 2 ഗെയിമിലും ജയിച്ചിരിക്കുന്നത് ചന്ദ്രമതിയുടെ ടീമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തൊക്കെ ഉണ്ട്. പക്ഷെ ചന്ദ്രമതിയുടെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. കാരണം സച്ചിയും രേവതിയല്ലേ. അത് കഴിഞ്ഞ് ജയിച്ച് രേവതിക്കും കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടത്തോട് കൂടിയിട്ട് കൈ കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. അങ്ങനെ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞതിന് ശേഷം നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗെയിമെല്ലാം കളിച്ചിട്ട് അച്ഛമ്മ ക്ഷീണിച്ചു. ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണം കൂടുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമല്ലേ, എന്ന് വെച്ചാൽ ഗെയിമിലൊക്കെ ജയിച്ചത് അവനല്ലേ എന്നുള്ള കാര്യം സച്ചി കളിയാക്കുന്ന രീതിയിൽ സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ 2 ചേച്ചിമാർ അതുവഴി പോകുന്ന സമയത്ത് കലാവതി ചേച്ചി മത്സരമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മത്സരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. എന്തായാലും ചേച്ചി എല്ലാവരും ഇങ്ങനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എപ്പോഴും നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിമാർ അവിടെ നിന്ന് പോവാണേ. അത് കഴിഞ്ഞ് അച്ഛമ്മ ചന്ദ്രമതിയുടെ മുഖം നോക്കുമ്പോൾ മുഖം ഏറ്റു പിടിച്ചിട്ടുണ്ട്. അവര് നല്ലൊരു കാര്യം പറയുന്നത് കേട്ടിട്ട് എന്താ ചന്ദ്രേ നിനക്കൊന്ന് ചിരിച്ചാല്, നീ എന്തിനാ മുഖം ഏറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് നിന്റെ 3 മക്കളും കൂടി ചേർന്നിട്ട് നിന്നെ തന്നെ വിജയിപ്പിച്ചില്ലേ, പിന്നെ എന്താ നിന്റെ മുഖത്ത് തെളിച്ചില്ലാത്തതെന്ന് രവിയും. അത് കഴിഞ്ഞ് അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നിരുന്നു ഞാൻ. ഒരാള് മറ്റൊരാളെ ജയിക്കാൻ വേണ്ടി വിടരുത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ അതിനിടയ്ക്ക് ഇതൊക്കെ നടന്നോ, ആര് ഈ വലിയ ഓഫീസറായിരിക്കുമല്ലേ സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണ് നീ അത് കേട്ടിരുന്നു എന്ന് ശ്രുതി ചോദിക്കുകയാണെ. നീ അല്ലാതെ പിന്നെ ആരാടാ അങ്ങനെയൊക്കെ പറയാ. എന്തായാലും സച്ചിയുടെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാ ഒരു സംസാരം. എടാ സച്ചി ഞാൻ അവനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, വേറെ ചിലരും ഉണ്ട്, അതിന് കൂട്ടുപിടിച്ചവരും ചിലരൊക്കെ ഉണ്ടെന്ന് ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറയണേ. അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ തല താത്തുന്നുണ്ട്. അമ്മേ ആ കുഴപ്പക്കാരി ആരാന്നുള്ള കാര്യം എനിക്കറിയാന്ന് നമ്മുടെ രവിയും പറയാണേ. എല്ലാവരും കൂടി സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ നിങ്ങളെ 2ആയിട്ട് പിരിച്ചിട്ട് കളിപ്പിച്ചത്, എങ്ങനെയും ഞങ്ങൾ ജയിക്കരുതെന്നുള്ള കാര്യം ചിലരൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും എന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ സത്യം തന്നെയാണടാ, രേവതിയും സച്ചിയും ജയിക്കരുതെന്നുള്ള കാര്യം ചിലരൊക്കെ പറഞ്ഞു. എന്നാൽ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ 2 പേരും ജയിക്കുന്നത് കണ്ടിട്ട് സന്തോഷപ്പെടുകയും ചെയ്തു. പേരക്കുട്ടികളെ ഇത്രയുള്ളൂ ജീവിതം, ഇതിൽ മത്സരമൊക്കെ എന്തിനാണ്, ഇന്ന് മനസ്സിനുള്ള കഷ്ടമൊക്കെ നാളെ മാറും എന്ന് കരുതിയിട്ട് കുടുംബത്തിനുള്ളിൽ നീ ഞാൻ എന്നുള്ള രീതിയിൽ മത്സരമൊന്നും പാടില്ല, എല്ലാവരും എപ്പോഴും ഒന്നായിട്ടിരിക്കണം. അത് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മത്സരം ഞാൻ നടത്തിയത്. ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് രവി പറയുന്നുണ്ട് അപ്പോഴേ ഞാൻ വിചാരിച്ചു അമ്മ കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല എന്ന്. അത് കഴിഞ്ഞ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നാക്സ് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ അച്ഛ എല്ലാവരുടെ വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ള കാര്യം. അത് അച്ഛമ്മേ ശരിയാവില്ല, എനിക്ക് നാളെ ഓട്ടോ ഉണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ അച്ഛമ്മേ എനിക്ക് റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ജോലിയുണ്ട്,
തുടർന്ന് വർഷ എനിക്ക് ഡബിങ്ങും കുറെ ചെയ്യാനുണ്ട് അച്ഛമ്മയെന്ന് പറയുകയാണേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, അച്ഛമ്മേ ശരിയാ എനിക്കും പാർലർ ഓപ്പൺ ആക്കണോ എന്ന്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ചായയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മേ നാളെ കട എനിക്ക് ഓപ്പൺ ആക്കണമെന്നേ. അതെന്തിനാണ് നീ ശ്രുതി പറയുന്നത് കേട്ട ഉടനെ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത്, അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനല്ലേ ആദ്യം പറഞ്ഞത്, അതിനുശേഷമാണല്ലോ ബാക്കി എല്ലാവരും പറഞ്ഞത് സച്ചി. തുടർന്ന് ചന്ദ്ര വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുന്ന രീതി പറയണേ, അവൾ വലിയ സോഫ്റ്റ്വെയർ കമ്പനിയല്ലേ വെച്ചിരിക്കുന്നത്, 2 ദിവസം തുറക്കാണ്ടിരിക്കുമ്പോഴേക്കും ഭയങ്കര ലോസ് ഉണ്ടാവില്ലേ, ഇങ്ങനെ തിരിച്ചു സംസാരിക്കരുത് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചന്ദ്ര എന്ന് രവി ചോദിക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ അച്ഛമ്മ ഇങ്ങനെ രേവതിയെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലേ ചന്ദ്രേ. അങ്ങനെ ചന്ദ്രമതി രേവതിയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി അടങ്ങിയിരിക്കോ. അച്ഛമ്മേ ഇവിടെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവനുണ്ട്, എല്ലാവർക്കും ജോലി പൊക്കി പോണം, പക്ഷേ ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ വെട്ടിപിഴുകി നിൽക്കുന്ന ഒരുത്തനുണ്ട്, അവിടെ വന്നിട്ടാണെങ്കിൽ പാർക്കിൽ വന്ന് ഉറങ്ങാനാ പോകുന്നത്. അച്ഛമ്മേ ഒരു കാര്യം ചെയ്യേ, ഇവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മുടെ തോട്ടത്തിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് കൊടുക്ക്. അങ്ങനെ നമ്മുടെ സുധിയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോഴേക്കും അച്ഛമ്മേ കേട്ടില്ലേ, സുധി സച്ചിയുടെ ഏട്ടനാന്നുള്ള മര്യാദ പോലും കൊടുക്കാതെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ നാക്ക് നീ അടക്കി വെക്കില്ലേ. അച്ഛമ്മേ ഈ ഗുണം എനിക്ക് അച്ഛമ്മയുടെ അടുത്ത് കിട്ടിയല്ലേ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഞാനങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയാറില്ല. ഇന്നൊരു ദിവസം കൂടിയേ ഇവിടെ എല്ലാവരും ഉണ്ടാവുള്ളൂ, അപ്പോഴെങ്കിലും നിങ്ങൾ അടി ഉണ്ടാക്കാണ്ടിരിക്കുക. തുടർന്ന് ശ്രീകാന്ത്, സച്ചേട്ട ഇന്ന് രാവിലെ നമ്മൾ ഗെയിമൊക്കെ കളിച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്, ആ മൂഡ് എന്തിനാ സ്പോയിൽ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തെ നമുക്കൊരു കളി കളിച്ചാലോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുകയാണേ. ഇനിയൊരു കളിയോ അതിനുള്ള ശേഷിയൊന്നും എനിക്കില്ല, മേലും കയ്യൊക്കെ ആസകലം വേദനയാണെന്ന് ചന്ദ്രമതി പറയുകയാണേ. അയ്യോ ആൻറ്റി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ട്രൂത്ത് ഓർ ഡെയർ, അതാണ് ഗെയിം. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളടുത്ത് ട്രൂത്ത് ഓർ ഡെയർ എന്നുള്ള കാര്യം ചോദിക്കും. ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് സത്യം പറയണം. ഇനിയിപ്പോൾ ഡെയർ എന്നാണ് പറയുന്നത് വെച്ചാൽ അവരെന്താണോ ഡെയർ പറയുന്നത് അത് നമ്മൾ ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് ഇന്നത് പറയുന്നോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ വേണ്ടി പറയുന്ന പോലെ ടാസ്ക് കൊടുക്കുക. അങ്ങനെ ഇത് കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ഇത് നല്ല ഗെയിമാണല്ലോ, നമുക്ക് കളിക്കാം. ഇതെന്താ അച്ഛമ്മ വല്ല ചെറിയ പിള്ളേർ കളിക്കുന്ന കളി എന്ന് പറയുന്നുണ്ട് സച്ചി. എന്താണ് നീ 60 വയസ്സ് ആയ ആളാണോ, മര്യാദയ്ക്ക് കളിക്കാൻ നോക്കടാ എന്ന് രവിയും. അങ്ങനെ വർഷ പറയുന്നത് പോലെ കളിക്കാന്ന് പറയുകയാണേ. അങ്ങനെ വർഷ ആദ്യം തന്നെ ശ്രീകാന്തിന്റെ അടുത്താ ചോദിക്കുന്നത് ട്രൂത്ത് ഓർ ഡെയർ എന്നുള്ള കാര്യം. ആദ്യം നീ എന്നെ തന്നെ പെടുത്താണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചുമ്മാ കളിക്കല്ലേ നീ പറ. അങ്ങനെ ട്രൂത്ത് എന്ന് പറയാണ് കേട്ടോ ശ്രീകാന്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ അല്ലാണ്ട് ഇതിനു മുമ്പ് നീ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്നെ തന്നെ സ്നേഹിച്ച കാര്യം ഞങ്ങളടുത്ത് ആരെടുത്തും പറഞ്ഞിട്ടില്ല, പിന്നെയല്ലേ വേറൊരു പെണ്ണിനെ, അതിന് ഒരു ചാൻസും ഇല്ല എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അതെങ്ങനെ ആന്റി ഇല്ലാണ്ടിരിക്കുക, എന്തായാലും ശ്രീകാന്തെ നീ പറ, ഞാൻ തെറ്റായിട്ടൊന്നും എടുക്കില്ല, നീ പറ എന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല വർഷ എന്നുള്ള കാര്യം പറയുമ്പോൾ സത്യം പറയണമെന്ന് പറയുകയാണേ. തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എടാ സ്കൂളിൽ പോയ സമയത്ത് നീ പെണ്ണുങ്ങളുടെ പുറകെയായിരുന്നു എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛമ്മ അങ്ങനെയല്ല, എനിക്കൊരു ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് പറയുകയാണേ. ക്രഷോ? അതച്ഛമ്മേ ഒരാളോട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുക. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം വർഷ പറയുന്നുണ്ട്, ഇത്രയും നാളെ നീ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല, എന്തായാലും നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, വേറെ ആരോടെങ്കിലും ചോദിക്കുക. അങ്ങനെ നേരെ സുധീൻ്റെ അടുത്താണ് കേട്ടോ ചോദിക്കുന്നത്. സുധേട്ടൻ പറ ട്രൂത്ത് ഓർ ഡെയർ എന്നുള്ള കാര്യം പറയുമ്പോൾ ഡെയർ എന്ന് പറയണേ. ഇവന് സത്യം പറഞ്ഞ് ശീലമല്ലോ എന്നുള്ള കാര്യം സച്ചി എപ്പോഴേക്കും പറയുന്നുണ്ട്. അങ്ങനെ ഡെയർ എന്ന് പറഞ്ഞതുകൊണ്ട് 10 പുഷപ്പ് എടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ ശ്രീകാന്ത്. എടാ ഹെവി ആയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചേ ഉള്ളൂ, ഡെയർ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ചെയ്യാൻ പറയണേ. പുഷപ്പ് എടുക്കുന്നത് 4 എണ്ണാകുമ്പോഴേക്കും നമ്മുടെ സുധി താഴെ വീണ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് സുധീരുടെ അടുത്ത് വേറൊരിടത്ത് ചോദിക്കാൻ പറയുന്നുണ്ട്. സുധിയാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്താണ് ചോദിക്കുന്നത് ട്രൂത്ത് ഓർ ഡെയർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ട്രൂത്ത് എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ആർക്കും ഇതുവരെ അറിയാത്തൊരു രഹസ്യം എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ ആർക്കും നിങ്ങൾക്ക് പോലും അറിയാത്തൊരു രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വർഷ പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളെല്ലാവരും ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തില്ലേ, പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അയ്യോ വർഷ നിർത്തുന്ന ചന്ദ്രമതി പറയണേ. അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട്, നീ ഒരു സത്യവും ഞങ്ങളടുത്ത് ആരെടുത്തും പറയണ്ട, ആ സത്യങ്ങളെല്ലാം നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് രവി പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ഇനി വേറെ ആരെങ്കിലും പറയുന്നു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ട്രൂത്ത് ഓർ ഡെയർ എന്നുള്ള കാര്യം. എന്തായാലും എന്നെ കൊണ്ട് പുഷപ്പ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ട്രൂത്ത് എന്ന് പറയുകയാണെ. ആദ്യമായിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞത് എപ്പോഴാന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ ആകെ വാടി മാറുന്നുണ്ട്. ശ്രുതിയുടെ മുഖം കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നീ ചോദിച്ചത്. പൗഡർ എടുത്തി കാര്യം പറ, എന്തോ ഭയങ്കര ചിന്തയിലാണല്ലോ, എത്ര കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം ഓർമ്മയില്ലേ? അപ്പോഴേക്കും ചന്ദ്രമതി എന്തിനാ അവള് കള്ളം പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ. അങ്ങനെയല്ല അമ്മേ, ആരാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ കള്ളെങ്കിലും പറയാത്തവരാരും ഉണ്ടാവില്ല എന്ന് ശ്രീകാന്തും. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ശ്രീകാന്തേ
ഒരു കള്ളം എന്ന് പറയുന്നത് ആ സിറ്റുവേഷന്റെ പോലെ ഇരിക്കും. ചില സമയങ്ങളിൽ സത്യം കള്ളമായിട്ട് മാറില്ല, കള്ളം ചില സമയത്ത് സത്യമായിട്ട് മാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ കള്ളം സത്യമായിരിക്കും. സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള സമയങ്ങളിൽ കള്ളവും ചില സമയത്ത് സത്യമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് കള്ളം പറഞ്ഞതെന്നാണ് ശ്രുതി ചോദിച്ചത്, അതിനെന്തിനാ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പറയുന്നത്? അപ്പോഴേക്കും അച്ഛമ്മയും ചോദിക്കുന്നുണ്ട്, അതെ ഇപ്പൊ നീ സത്യം കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഒന്നും മനസ്സിലാവില്ല. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അമ്മേ ശ്രുതി പഠിച്ച പെൺകുട്ടിയാണ്, അപ്പൊ അവള് തത്വമായിട്ട് എന്തോ പറഞ്ഞതാണ്, അത് അറേഞ്ച് ചെയ്ത് നോക്കിയാലല്ലേ മനസ്സിലാകും. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തിട്ട് നോക്കാനാണോ നീ പറയുന്നത്? വെറുതെ ഓരോന്ന് പറയുന്നു രവി പറയണേ. അത് കഴിഞ്ഞിട്ട് ചിരിച്ചും കൊണ്ട് വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി നിങ്ങളുടെ മനസ്സിലുള്ള കള്ളത്തെക്കുറിച്ചിട്ടാണ് ഞങ്ങൾ ചോദിച്ചത്, അതിനെന്തിനാ ഇങ്ങനെ ചുറ്റി വളച്ച് പറയുന്നത്? എന്തായാലും ഇനി രേവതി ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി എങ്കിലും മനസ്സിലുള്ള സത്യം പറയണമെന്നുള്ള കാര്യം പറയുമ്പോൾ മനസ്സിൽ സത്യമുള്ള സമയത്ത് നമ്മൾ എന്തിനാ ചുറ്റി വളയ്ക്കുന്നത്? അത് കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതിക്കും അതുപോലെ ചന്ദ്രമതിയൊക്കെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും ഞാൻ തന്നെ അതിന് സത്യം പറയാന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ ഓക്കെ ശരി, ചേച്ചി എപ്പോൾ നോക്കിയാലും ജോലി ജോലി എന്ന് പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും മനസ്സിലെ തനിയെ ആഗ്രഹമുണ്ടോ? എനിക്ക് എന്താണ് ഇത്ര വലിയ ആഗ്രഹമൊക്കെ, എൻ്റെ അനിയത്തിയും അനിയനും നന്നായിട്ട് പഠിച്ച് കഴിയണം, ദേവുവിന് നല്ലൊരു ജോലിയും അതുപോലെ തന്നെ നല്ലൊരു കല്യാണവും നടക്കണം. എൻ്റെ അച്ഛനുള്ളപ്പോഴൊക്കെ എൻ്റെ അനിയനെ കുറിച്ചിട്ടാണ് ഒരുപാട് സങ്കടപ്പെടാറ്. എൻ്റെ അനിയൻ കുടുംബത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാറ്. ഇപ്പോൾ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ട്. എൻ്റെ അച്ഛൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ കൊണ്ട് പറ്റും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അവനും നന്നായിട്ട് പോയി ജോലിയൊക്കെ എടുത്തിട്ട് സമ്പാദിക്കണം. പിന്നെ നമ്മുടെ കുടുംബത്തിലും എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ നടക്കണം. കുടുംബത്തിലെ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്നായി സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ രേവതി പറയണേ. ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് രവിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, ശ്രീകാന്തിനും അതുപോലെ വർഷിക്കും. പക്ഷെ ശ്രുതിയുടെ മുഖത്തും ചന്ദ്രമതിയുടെ മുഖത്തൊന്നും അത്ര വലിയ തെളിച്ചില്ല കേട്ടോ. കാരണം ഇവർക്ക് അങ്ങനെ മറ്റുള്ളവർ ഒന്നായിട്ടിരിക്കണമെന്നും സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ലല്ലോ. തുടർന്ന് രവി പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹം എന്താന്നുള്ള കാര്യം ചോദിച്ചിട്ട് നീ എന്തിനാ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത്? നിന്റെ തനി ആഗ്രഹം എന്താന്ന് വെച്ചാൽ അത് പറ. അങ്ങനെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രേവതി. പറ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുക അപ്പം എന്താ പറയേണ്ടതെന്ന്. അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാഗ്രഹവും ഇല്ലേ എന്നുള്ള കാര്യം? ഇല്ല എന്നുള്ള രീതിയിൽ പറയുകയാണേ. അത് കഴിഞ്ഞ് അച്ഛമ്മ പറയുന്നുണ്ടേ, സച്ചി നിന്റെ ആഗ്രഹം എന്താണെന്നൊന്ന് കേൾക്കട്ടെ. എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നുള്ള കാര്യമല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്, പറയാം. അതിന് നിന്നോടാരും ചോദ്യം ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും അവൻ എന്തോ പറയാൻ വരികയാണ്, നീ അതിനെ കുറുകെ സംസാരിക്കേണ്ടെന്ന് രവി പറയുന്നുണ്ട്. അങ്ങനെ പൊങ്കൽ എല്ലാവർക്കും നന്നായിരുന്നില്ലേ? ഇതുപോലെ ഒരു പൊങ്കൽ ദിവസമാണ് അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടുവിട്ടു പോയത്. ആ സമയത്തൊന്നും ഇവിടെ എന്തിനാണ് എന്നെ കൊണ്ടുവിട്ടതെന്നും എന്തിനാണ് ഇവിടെ ആക്കിയത്, എന്ത് തെറ്റാ ഞാൻ ചെയ്ത് ഒന്നും എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രവിയും അതുപോലെ ചന്ദ്രയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നത്? ആടാ എന്ന് പറയാണേ. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ അമ്മയെ കുറിച്ചിട്ടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അമ്മയെ കുറിച്ച് സംസാരിക്കാത്ത നാളുകളേ ഇല്ല. എൻ്റെ മനസ്സിൽ അമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ഭക്ഷണം കഴിക്കുന്ന ആ പ്ലേറ്റ് ഒക്കെ താഴെ വെച്ചിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വല്ലാത്തൊരു അവസ്ഥയിൽ. അമ്മ എന്നെ നന്നായിട്ട് നോക്കും. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ താഴെ വീണു, കാലിലൊക്കെ ഭയങ്കരമായിട്ട് മുറിവൊക്കെ പറ്റി, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഓടി വന്നിട്ട് എന്നെ എടുത്തിട്ട് എൻ്റെ മേലുള്ള പൊടിയൊക്കെ തട്ടിയിട്ട് എന്നെ തോളിലിട്ടിട്ട് സ്കൂൾ വരെ കൂട്ടിയിട്ട് പോകും. അതേമാതിരി സ്കൂളിൽ ഒരു ദിവസം എന്നെ ഒരു പയ്യൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒരു ദിവസം സ്കൂളിലേക്ക് വന്നിട്ട് ആ പയ്യനെ നന്നായിട്ട് അടിച്ചു. അന്നൊക്കെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു സ്വാമി കൂടെ നിൽക്കുന്നത് പോലെയാണ്. ഇത് കേൾക്കുമ്പോൾ രവിന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ചന്ദ്രമതി ആണെങ്കിൽ ഒരുമാതിരി ഷോക്ക് അടിച്ച പോലെ വിഷമമുണ്ട്. നമ്മുടെ സച്ചിയുടെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമൊന്നും ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ. ആ ഒരു കേട്ടൊരു ഷോക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുവാണ്. സച്ചിയാണെങ്കിൽ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ എന്താടാ ഇങ്ങനെ മറ്റു കുട്ടികൾ ഇടുന്ന പോലെ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുള്ളതൊക്കെ അമ്മേനെ കടയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് മേടിച്ചു തരും. ഞാൻ ഭക്ഷണം കഴിക്കാതെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഊട്ടി വിടുമായിരുന്നു, ഇരുത്തി വാരി തരുമായിരുന്നു. എപ്പോഴും എൻ്റെ പുറകെ നടന്നിട്ട് നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഉറക്കം വരുന്ന സമയത്ത് അവരുടെ മടിയിൽ എന്നെ കിടത്തിയിട്ട് താരാട്ട് പാടി ഉറക്കും. കാരണം എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കും. അങ്ങനെ സച്ചി പറയുന്ന കേൾക്കുന്ന സമയത്ത് ശ്രുതിയും വർഷയൊക്കെ നോക്കുന്നത് ചന്ദ്രമതിയുടെയും അതുപോലെ സച്ചിയുടെയും മുഖത്തേക്ക് മാറിയിട്ടാണ്. നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും തിരിച്ചു പറയാതെ ഇങ്ങനെ നിൽക്കുവാണേ. ഇത് കേൾക്കുമ്പോൾ രേവതി കരയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പാതിയിൽ തന്നെ പോയി, പാപി ഒരിടം പഴി ഒരിടം എന്നുള്ള രീതിയിൽ എല്ലാം എൻ്റെ തലയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി സുധിയെ നോക്കുവാണേ. ഒരുപാട് സത്യങ്ങൾ ആർക്കും അറിയില്ല. ഇപ്പൊ പറയാൻ പോവാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുധിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. സത്യങ്ങളൊന്നും ആർക്കും അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ രവിക്ക് ഇങ്ങനെ ഒരു ചങ്കിൽ വേദനയും അതുപോലെ ഒരു ചുമ പോലെയൊക്കെ വരികയാണ്. എന്നിട്ട് സച്ചിയുടെ അടുത്ത് കൈകൊണ്ട് പറയരുത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്.
സച്ചിയാണെന്നുണ്ടെങ്കിൽ തലകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് രേവതിയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് കേട്ടോ. സുധിയെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു വലിയൊരു രഹസ്യമാണ് കേട്ടോ അത്. സുധി ഒറ്റൊരുത്തൻ കാരണമാണ് സച്ചി ഇങ്ങനെ ആവുന്നതും ചന്ദ്രമതിക്ക് കണ്ടുവിടാതെ ആവുന്നതൊക്കെ. പക്ഷെ ആ കാര്യം എല്ലാവരുടെ മുമ്പിൽ വച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സുധി അതോടുകൂടി തീരും എന്നുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി വരുന്നത്. അങ്ങനെ സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണേ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അച്ഛ എന്ത് പറ്റി സച്ചിയേട്ടന്? സച്ചിയുടെ എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ, പാതിയിലിട്ട് പോയല്ലോ. അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ ശ്രീകാന്തിന്. പക്ഷെ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, സച്ചി പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? അവന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവനെ കൽപ്പനയിലുള്ള അമ്മയെ കുറിച്ചിട്ടാണ് അവൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് അച്ഛമ്മ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ അവൻ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഏങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ എന്നാണ് അവൻ വിചാരിക്കുന്ന പോലത്തെ ഒരു അമ്മയായിട്ട് നടന്നത്? അപ്പോഴേക്കും ചന്ദ്രമതി ടോപ്പിക്ക് മാറ്റണല്ലോ. പിന്നെ അവൻ എപ്പോഴാണ് നല്ലൊരു മകനായിട്ട് നടന്നത്? അവൻ എന്തൊക്കെയോ വായത്തൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നു. അതിപ്പോ എല്ലാവരും വലിയ കാര്യമായിട്ട് പറയുവാണ്. മനസ്സിന് കള്ളവും കപടവും ഒന്നും ഇല്ലാത്തവനാണ്. അവൻ മനസ്സിലൊന്നും വെക്കാതെ സംസാരിക്കും. അത് നിനക്ക് വായത്തൊന്നെന്ന് പറയുന്ന പോലെയല്ലേ തോന്നുന്നത്? അവൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് രവി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സുധി ആകെ ഞെട്ടിയ പോലെ ഇങ്ങനെ നോക്കുവാണ്. എങ്ങനെയാണോ നമ്മൾ സന്തോഷമായിട്ട് വന്നത് അതുപോലെ നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല. അവന്റെ മനസ്സ് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവാണ് കേട്ടോ. എങ്ങനെ എല്ലാവരുടെ മനസ്സൊന്ന് തിരിച്ചു വിടണല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവരും എന്തൊക്കെയോ പറയുന്നു പോകുന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. പക്ഷെ നമ്മുടെ രേവതിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ, എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ രേവതി നേരെ സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോഴല്ലേ കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, അതുകൊണ്ടാണ്. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, നീ എന്തായാലും കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ നേരത്തെ പോകണ്ടേ. അപ്പോഴും നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. എന്താ മഞ്ഞുണ്ടോ, ഞാൻ പോയിട്ട് കുട എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സച്ചിയെ അങ്ങ് കൈവച്ച് തടയുകയാണ് കേട്ടോ. എന്താന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ നിങ്ങളെ ഇത്രയും നാളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതെന്താ? നിങ്ങളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഒരു റൗഡിയാണ്, തല്ലുകൊള്ളിയാണ് എന്നുള്ള കാര്യം. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ ഞാൻ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ തുടങ്ങിയത്. നിങ്ങൾ എന്തൊരു സ്നേഹമുള്ള ആളാണെന്നുള്ള കാര്യം ഞാൻ കൂടെ നടന്ന് അറിയുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരുപാട് കഷ്ടം നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. നിങ്ങൾ എന്തോ സത്യം പറയണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടി വന്നു. പക്ഷേ അപ്പോഴേക്കും അച്ഛൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും നിങ്ങൾ എണീറ്റിട്ട് പോയി. എന്താ നിങ്ങൾ പറയാൻ വേണ്ടി വന്നത്? അതൊന്നുമില്ല രേവതി എന്നുള്ള കാര്യം പറയുമ്പോൾ, അല്ല നിങ്ങളുടെ മനസ്സിൽ എന്തോ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് പറ എന്ന് പറയുമ്പോൾ, അതറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതൊക്കെ വിട്. ഞാൻ എന്തോ ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ആ വിഷയത്തെക്കുറിച്ച് ഇനി ചോദിക്കരുതെന്ന് പറയുകയാണേ. അതല്ല, നിങ്ങളെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? അമ്മ എപ്പോഴും നിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഏട്ടൻ്റെ അടുത്തും ശ്രീകാന്തിൻ്റെ അടുത്തും സ്നേഹത്തോട് സംസാരിക്കും. നിങ്ങളെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു നോട്ടം പോലും നോക്കിയിട്ടില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്മയെ എപ്പോഴും ദേഷ്യം പിടിപ്പിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കും. പുറത്ത് നിങ്ങൾ അങ്ങനെ സംസാരിക്കുമെങ്കിലും സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തിന് വേണ്ടി ഏങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ സ്നേഹം വേണ്ടാന്ന് ഏത് മകനാ വിചാരിക്കുക? അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകനോട് സ്നേഹമുള്ളവനായിരിക്കും എന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഈ വിഷയത്തിൽ കാര്യങ്ങളൊന്നും അതുപോലെയല്ല. എല്ലാം സാങ്കല്പികം മാത്രമാണ്. ഇത് നിങ്ങളുടെ തെറ്റല്ല. ഒരുപക്ഷെ അമ്മ സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളെ നോക്കിയായിരുന്നെങ്കിൽ ഇങ്ങനൊരു ദേഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല രേവതി. എനിക്ക് അച്ഛമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. എന്നാൽ അമ്മയുണ്ടായിട്ടും സ്നേഹം കിട്ടാതെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി കരയുവാണേ. ഞാനെന്തോ പാപം ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് എപ്പോഴാണ് അമ്മയുടെ മടി കിടന്ന് ഉറങ്ങിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ള പോലും എനിക്കറിയില്ല. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നു. സച്ചിയെ മടി കിടത്തിയതിന് ശേഷം രേവതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭാര്യ മാത്രമല്ല അമ്മയും ഫ്രണ്ടും എല്ലാവരും ആയിരിക്കും. അങ്ങനെ രേവതിയുടെ മടിയിൽ കിടന്നുറങ്ങാണ് കേട്ടോ നമ്മുടെ സച്ചി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്